വലദത്തുഹും ഉമ്മഹാത്തുഹും അഹ്റാറ. എപ്പോഴാണ് നിങ്ങൾ മനുഷ്യരെ അടിമകളാക്കാൻ തുടങ്ങിയത്? എപ്പോഴാണ് നിങ്ങൾ മനുഷ്യരെ അടിച്ചമർത്താൻ തുടങ്ങിയത്? അവിടെ ഉമ്മമാർ സ്വതന്ത്രമായി ശ്വസിക്കുന്ന സ്വതന്ത്ര മനുഷ്യന്മാരായിട്ടാണ് അവരെ ഈ ഭൂമിയിലേക്ക് പ്രസവിച്ചത്. എന്നിട്ട് നിങ്ങൾ ആ മനുഷ്യന്മാരെ മർദ്ദിക്കുകയോ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കൂട്ടത്തിൽ കാണത്തക്ക തന്നെ ഈ രാജാവിന്റെ തെറ്റിന് പരസ്യമായി പ്രതിക്രിയ നടപടി സ്വീകരിക്കുവാൻ അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു. പിന്നീട് അത് ചരിത്രത്തിന്റെ മറ്റൊരു ഭാഗം, വളരെ ദേഷ്യത്തോടും കോപത്തോടും കൂടി ഗസ്സാൻ രാജാവ് അവിടുന്ന് പോയി എന്നും അങ്ങനെ ഇസ്ലാമിൽ നിന്ന് തന്നെ അയാൾ മറുപക്ഷത്തേക്ക് മാറി എന്നുമൊക്കെയുള്ള ചരിത്രങ്ങളുണ്ട്. പക്ഷെ അത് വേറെ കഥയാണ്. എന്നാൽ ഈ സാധാരണക്കാരന് നീതി ലഭിച്ചത്, ഈ സാധാരണക്കാരന് അഭിമാനം സംരക്ഷിക്കപ്പെട്ടത്, ഈ സാധാരണക്കാരന്റെ ഏറ്റവും ഉന്നതമായ ആ താല്പര്യങ്ങൾ ഇസ്ലാം സംരക്ഷിച്ചു. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അവിടെ സാധാരണക്കാരൻ, അവിടെ ബിലാൽ ഒരു കറുത്ത മനുഷ്യനാണ്, വെറും സാധാരണക്കാരനായ മനുഷ്യനാണ്, അടിമയാണ്. അവിടുത്തെ ഉടമകളായ ഖുറൈശി പ്രമുഖന്മാരുടെ അടിമയായി ജീവിക്കുന്ന ആളാണ്. പക്ഷെ ആ ബിലാൽ ഇസ്ലാം മതം സ്വീകരിക്കുന്നു. ഇസ്ലാം മതം സ്വീകരിക്കുന്ന ബിലാലിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുകൊണ്ട് അദ്ദേഹത്തെ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ പടച്ചവനെ മാത്രമേ ഞാൻ വിളിക്കൂ, പടച്ചവനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ ഖുറൈശി പ്രമുഖന്മാരൊക്കെ ക്രൂരമായി മർദ്ദിക്കുന്നു. ആ നാട്ടിലെ പ്രമാണിമാരുടെ മക്കളൊക്കെ ഈ ഇദ്ദേഹത്തെ കെട്ടിയിട്ട് മരുഭൂമിയിലൂടെ വലിക്കുന്നു, കല്ലുകൾ നെഞ്ചിൽ കയറ്റിവെക്കുന്നു. അപ്പോഴൊക്കെയും അദ്ദേഹം ധാരാളക്കണക്കിന് വിഷമവും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടും അഹദ് അഹദ് എന്നാണ് വിളിച്ചു പറയുന്നത്. ഈ ക്രൂരമായ മർദ്ദനം കണ്ടുകൊണ്ട് അബൂബക്കർ കടന്നു വരുമ്പോൾ, നിങ്ങൾക്ക് ഈ മനുഷ്യരുടെ കാര്യത്തിൽ, ഈ പാവപ്പെട്ട, ഈ വളരെ സാധുവായ ഈ മനുഷ്യന്റെ വിഷയത്തിൽ നിങ്ങൾക്കൊന്ന് പടച്ചവനെ സൂക്ഷിച്ചുകൂടെ എന്ന് അദ്ദേഹം ചോദിക്കുകയും, എന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഇയാളുടെ വിഷയത്തിൽ താങ്കൾക്ക് വലിയ പ്രതിഷേധമുണ്ടെങ്കിൽ, താങ്കൾക്ക് അതിനോട് അനിഷ്ടമുണ്ടെങ്കിൽ താങ്കൾ വില കൊടുത്ത് വാങ്ങി മോചിപ്പിച്ചേക്ക് എന്ന് ഇവർ മക്കാരായി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ സ്വന്തം അധ്വാനത്തിലുണ്ടാക്കിയ പണം കൊടുത്ത് ബിലാലിനെ വാങ്ങി മോചിപ്പിച്ച ചരിത്രമാണ് ഇസ്ലാമിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, അങ്ങനെ 7 നെല്ലിക്കയുടെ ഇല പോലെ വീണിട്ട് ഒരു വഴി മുടക്കാനുമില്ല, ചീഞ്ഞിട്ടൊരു വളം കൂട്ടാനുമില്ല എന്ന് പറഞ്ഞ രൂപത്തിൽ നെല്ലിക്കയുടെ ഇല നിലത്ത് വീണാൽ നടന്നു പോകുന്ന ആളുകൾക്ക് പ്രയാസമില്ല. ആ നെല്ലിക്കയുടെ ഇല ചീഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒന്നിന് മളവും കിട്ടുകയില്ല. അങ്ങനെ നിസ്സാരന്മാരാണെന്ന് ആളുകൾ പറയുന്ന ആളുകൾ, ഇവർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തൗഹീദ് സ്വീകരിക്കുകയും ആ തൗഹീദ് സ്വീകരിച്ചത് അവർ അങ്ങേയറ്റം ആത്മാർത്ഥമായി അത് ഉൾക്കൊള്ളുകയും, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചുറ്റും കൂടി നിന്ന ആളുകൾ അവർ തന്നെ ഒരു ദിവസം അധ്വാനത്തിന് പോകുന്നു, മറ്റൊരു ദിവസം നബിയുടെ ക്ലാസ്സിൽ വന്ന് പങ്കെടുക്കുന്നു. അതേസമയം തലേ ദിവസം അധ്വാനത്തിന് പോയവൻ പിറ്റേ ദിവസം നബിയുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു. നേരത്തെ തലേ ദിവസം ക്ലാസ്സിൽ പങ്കെടുത്തവൻ പിറ്റേ ദിവസത്തിന് അധ്വാനത്തിന് പോകുന്നു. തലേ ദിവസം തനിക്ക് പകരമായി അധ്വാനത്തിന് പോയവൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു. കിട്ടുന്ന വരുമാനങ്ങൾ 2 കുടുംബത്തിനും പരസ്പരം പകുത്തു നൽകുന്നു. അങ്ങനെ 2 കുടുംബവും ജീവിക്കുന്നു. ഈ ആളുകൾക്ക് ഈ സന്തോഷമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിജ്ഞാനവും കിട്ടുന്നു. ഇങ്ങനെ പരസ്പരം ജീവിതത്തെ പങ്കിട്ടും സാഹോദര്യത്തെ പങ്കിട്ടും മനുഷ്യത്വത്തെ പങ്കിട്ടും പരസ്പരം സഹായിച്ചുകൊണ്ടാണ് ആ സഹാബത്താകുന്ന ഈ സമുദായത്തിന്റെ കാവൽക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച സഹാബത്ത് ഉയർന്നു വന്നിട്ടുള്ളത്. അവരൊക്കെ വളരെ മോശമായ, വളരെ പ്രയാസകരമായ ചുറ്റുപാടിലായിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അങ്ങനെ പട്ടിണി കൊണ്ടും വിഷമം കൊണ്ടും ഖന്തക്ക് യുദ്ധം നടക്കുന്ന അവസരത്തിൽ ആ മദീനയുടെ ചുറ്റും വലിയ കിടങ്ങുകൾ കീറിക്കൊണ്ടിരിക്കെ, വലിയ വലിയ ആയുധങ്ങളെടുത്ത് കീറിക്കൊണ്ടിരിക്കെ ഷർട്ട് പൊന്തിയപ്പോൾ അവിടെ ഒരു കല്ല് വെച്ച് കെട്ടിയിരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത്രയും വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ആ വിശപ്പ് സഹിക്കാൻ കഴിയാതെയാണ് അത് ആ വയറ് ഒന്ന് പതുങ്ങി നിൽക്കട്ടെ എന്ന് വെച്ചുകൊണ്ടാണ് ഒരു കല്ല് വെച്ച് കെട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് ആളുകളോടൊപ്പം ആ കിടങ്ങ് ഒഴിക്കാൻ വേണ്ടി ആഞ്ഞുകൊത്തിയത് എന്ന് ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രയാസങ്ങളുടെ മേൽ പ്രയാസം, ബുദ്ധിമുട്ടുകളുടെ മേൽ ബുദ്ധിമുട്ട്, പട്ടിണിയുടെ മേൽ പട്ടിണി, ഇതെല്ലാം സഹിച്ചുകൊണ്ട് അവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയും അങ്ങനെ ഇസ്ലാമിനെ പരിപോഷിപ്പിക്കുകയും ആ തൗഹീദിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ അറിവിനായി സാധാരണക്കാർ കടന്നു വന്ന പല ചരിത്രങ്ങളുമുണ്ട്. ഒരിക്കൽ ഈ പാവങ്ങൾ നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾക്കൊരു പ്രതിഷേധമുണ്ട്. എന്താണ് പ്രതിഷേധം? ഞങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വത്തൊന്നും തന്നിട്ടില്ല, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങളുടെ കയ്യിൽ ചെലവാക്കാൻ ഒന്നുമില്ല, ഞങ്ങളുടെ കയ്യിൽ അന്നന്നത്തുള്ള ജീവിതത്തിന്റെ വക പോലും ഇല്ലാതെ ഞങ്ങൾ പ്രയാസപ്പെടുകയാണ്. അപ്പോഴിതാ ഇവിടെയുള്ള ധനികന്മാർ, പണക്കാർ, അവർ ഇഷ്ടം പോലെ ചെലവാക്കുന്നു.
അങ്ങനെ അവർ ധർമ്മത്തിലും കാര്യങ്ങളിലുമൊക്കെ അവർ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവരെ പോലെ സ്വർഗത്തിലെത്തുവാൻ എന്താണ് വഴി? അവരത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പടച്ചവൻ കൊടുത്ത സമ്പത്ത് ചെലവാക്കിക്കൊണ്ട് ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എന്തു ചെയ്യും? പാങ്ങുമങ്ങൾ വന്നുകൊണ്ട് നബിയോട് പറഞ്ഞു. അപ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ സഹോദരന്മാരെ, നിങ്ങളൊരു കാര്യം ചെയ്യേ. എല്ലാ ഫർള് നമസ്കാരത്തിന്റെയും ശേഷം സുബ്ഹാനല്ലാഹ് എന്ന് 33 പ്രാവശ്യവും അൽഹംദുലില്ലാ എന്ന് 33 പ്രാവശ്യവും അല്ലാഹു അക്ബർ എന്ന് 33 പ്രാവശ്യവും ചൊല്ലുക. ശേഷം നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞുകൊണ്ട് 100 തികക്കുക. അത് നിങ്ങൾ ചെയ്താൽ ഒരുപക്ഷെ അവർ ചെയ്യുന്നതിനേക്കാൾ വലിയ പ്രതിഫലത്തിലും ദർജയിലും അത് എത്തും എന്നവർക്ക് പറഞ്ഞു കൊടുത്തു. സന്തോഷമായി. എന്നാൽ അങ്ങനെയെങ്കിലും മത്സരിക്കാമല്ലോ, ഇതിന് പണമൊന്നും ആവശ്യമില്ലല്ലോ. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ദിക്ർ പറയാനും അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന ആ തഹ്ലീൽ, അങ്ങനെ ആ കലിമത്ത്, അവിടെ കലിമത്ത് തൗഹീദ് പറയാനും എന്താ പ്രയാസം? അവരതൊക്കെ പകർത്താൻ തുടങ്ങി. എല്ലാ നമസ്കാരത്തിന്റെയും ശേഷം ആ ദിക്റുകൾ പറയാൻ തുടങ്ങി. അപ്പൊ ഇത് വെല്ലെ നമ്മുടെ ധനികന്മാർ മണത്തറിഞ്ഞു. പണക്കാരായ ആളുകൾ പറഞ്ഞു, നബി ഇങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അത് വേഗം ലീക്കായി. അപ്പൊ അവരും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ മടങ്ങി വന്നു. അള്ളാഹുവിന്റെ പ്രവാചകരെ പണിപറ്റിച്ചു. കാരണം അവർ പണം ചെലവാക്കുന്നതിന് പകരം ഞങ്ങൾ ദിക്ർ കൊണ്ട് അതിനെ കവർ ചെയ്യാം എന്ന് നിങ്ങൾ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചെയ്തപ്പോൾ പണക്കാരതാ ഞങ്ങളെ പോലെ തന്നെ നമസ്കാരത്തിന് ശേഷം ദിക്ർ ചെല്ലാൻ തുടങ്ങിയിരിക്കുന്നു, ഞങ്ങൾ ചെയ്യും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഒരു നിവൃത്തിയുമില്ല. ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾ കൊടുക്കുന്ന ഫദ്ലാണ്, അതിൽ നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനപ്പെടുത്തി അവരെ പറഞ്ഞയച്ചു. ഞാൻ ഈ സംഭവം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് എന്തൊരു കാര്യത്തിനും ഇസ്ലാമികമായ വിഷയങ്ങളിൽ മുന്നോട്ട് വരാനും ഇസ്ലാമിക പ്രവർത്തനത്തിൽ താല്പര്യത്തോടെ കടന്നു വരാനും അങ്ങനെ ആ വിഷയത്തിൽ മത്സരിക്കുവാനും ഇസ്ലാമിക ചരിത്രത്തിൽ സാധാരണക്കാരും പാവപ്പെട്ടവരും കഷ്ടത അനുഭവിക്കുന്നവരും പ്രയാസപ്പെടുന്നവരുമാണ് മുന്നിൽ അണിനിരന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് ഇസ്ലാമിന്റെ ഉയർച്ചയുണ്ടായിട്ടുള്ളത്, അതിന്റെ വളർച്ചയുണ്ടായിട്ടുള്ളത്, അതിന്റെ ഒരു നാന്തി, അതിന്റെ ഒരു മഹാചരിത്രത്തിന്റെ തുടക്കം ഇൻഷാ അല്ലാഹ് ഈ പരിപാടിയോടുകൂടി ഈ പ്രദേശത്ത് ആരംഭിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് ലളിതമായ മതമാണ്. നമുക്ക് അനുഷ്ഠിക്കാൻ ഒരു പ്രയാസവുമില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മാത്രമല്ല ആ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഇത് പഠിപ്പിച്ചു. എന്ത്? വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദിഹി വജ്തബാക്കും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ മില്ലത്ത് അബീക്കും ഇബ്രാഹിം ഹുവ സമ്മാക്കുൽ മുസ്ലിമീൻ. അതായത് പടച്ചവന്റെ മാർഗത്തിൽ അധ്വാനിച്ചോ, അത് ഏതെല്ലാം പരിശ്രമങ്ങൾ, ആയുധം കൊണ്ടുള്ള സമരമാകട്ടെ, ലേഖനങ്ങൾ കൊണ്ടോ പ്രസംഗങ്ങൾ കൊണ്ടോ ശാരീരിക അധ്വാനങ്ങൾ കൊണ്ടോ ശ്രമദാനങ്ങൾ കൊണ്ടോ സ്ക്വാഡ് പ്രവർത്തനങ്ങൾ കൊണ്ടോ ഫേസ് ടു ഫേസ് മുഖാമുഖ സംസാരങ്ങൾ കൊണ്ടോ ഏത് രീതിയിലാണെങ്കിലും പടച്ചവന്റെ മാർഗത്തിൽ അധ്വാനിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. അതെല്ലാവരുടെയും ബാധ്യതയാണ്. ഈ ദഅവത്ത് എന്ന് പറയുന്നത് ഒരു മുസ്ലിമായി ഇസ്ലാമാണ്, ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞ ഓരോ മനുഷ്യന്റെയും ബാധ്യതയാണ്. അങ്ങനെ ആ ദഅവത്ത് നിർവഹിക്കുവാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകണം എന്ന് പറഞ്ഞു. വജാഹിദു ബില്ലാഹി ഹഖ ജിഹാദിഹി, വേറെ ആരും അതിനില്ല. ഇവിടുത്തെ ജൂതന്മാർ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുമോ? ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുമോ? ഇവിടുത്തെയുള്ള വിഗ്രഹാരാധകന്മാർ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുമോ? ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഒരു മുസ്ലിം, അള്ളാഹു മാത്രമാണ് എന്റെ ആരാധ്യൻ, ഞാൻ അവരോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. അത് മരിച്ചുപോയവരോ ജീവിച്ചിരിക്കുന്നവരോ മനുഷ്യ ദൈവങ്ങളോ സൃഷ്ടികളോ പാറക്കല്ലുകളോ കടലോ കടലമ്മയോ അല്ലെങ്കിൽ സൂര്യനോ ചന്ദ്രനോ ഒന്നും ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. ഏകനായ എന്നെ സൃഷ്ടിച്ച നാഥനോട് മാത്രമാണ് എന്റെ തേട്ടം, എന്റെ സഹായ തേട്ടം, എന്റെ പ്രാർത്ഥന, എന്റെ ചോദ്യം. അങ്ങനെ അത് വിശ്വസിക്കുകയും മാത്രമല്ല, ഈ സന്ദേശം എനിക്ക് നൽകിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇങ്ങനെ സാക്ഷ്യം വഹിച്ച ഈ സത്യവിശ്വാസികളാണ് ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുവാൻ വേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അവരാണ് ഈ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചോ, ആളുകളെ വിളിച്ചോ, ഹിക്മത്ത് കൊണ്ട് അഥവാ ജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട്, തന്ത്രം കൊണ്ട് എന്നല്ല അതിന്റെ അർത്ഥം, യുക്തി കൊണ്ട് എന്നല്ല അതിന്റെ അർത്ഥം, വിജ്ഞാനം കൊണ്ട് എന്നാണ്. ഒമൻ യൂത്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ, ആർക്കാണോ അറിവ് കൂടുതൽ നൽകപ്പെട്ടത് അവൻ ഒരുപാട് നന്മകൾ ലഭിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. അവിടെ വിജ്ഞാനം എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് അറിവ് കൊണ്ട്, അഥവാ അറിവ് പ്രമാണമാണ്, ഖുർആനും സുന്നത്തുമാണ് അറിവ്. ആ ഹിക്മത്ത് കൊണ്ടും വൽ മൗഇദത്തിൽ ഹസന, ആ ഖുർആനും സുന്നത്തൊക്കെ ഓതിക്കൊണ്ട് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായും സ്പഷ്ടമായും അവ്യക്തതകളില്ലാതെ കുടുക്കുകളില്ലാതെ ദുർവ്യാഖ്യാനങ്ങളില്ലാതെ ആളുകളെ പറഞ്ഞു പറ്റിക്കാതെ ആളുകളെ നരകത്തിന്റെ കുണ്ടിൽ ചെന്ന് ചാടിക്കാതെ ഇങ്ങനെ ആളുകളെ ഒസുവാസാക്കി വിടാതെ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥത സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്റെ താൽക്കാലികമായ കസാല ഉറപ്പിക്കുന്നതിന് വേണ്ടി വെറും സാധാരണക്കാരന്റെ മുമ്പിൽ ഒരിക്കലും
നട്ടാൽ മുളക്കാത്ത നുണ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക ദഅവത്ത് നടത്താൻ മുന്നിട്ടിറങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. സഹോദരന്മാരെ, അവരുടെ കൂട്ടത്തിലല്ല നിങ്ങൾ ഈ കാണുന്ന പ്രവർത്തകന്മാർ. നേരെ മറിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ ഈ കാര്യം, സന്ദേശം അതിന്റേതായ രൂപത്തിൽ വിജ്ഞാനത്തോടുകൂടി, പ്രമാണത്തിന്റെ പിൻബലത്തോടുകൂടി, തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഖുർആനിനെയും സുന്നത്തിനെയും മുൻനിർത്തിക്കൊണ്ട് വ്യക്തമായി പറഞ്ഞു കൊടുക്കുക. അതിന് ഹുവജിത്തബാക്കും, അവൻ നിങ്ങളെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. മറ്റാ ഒരു സമുദായക്കാരും ഒരു മതക്കാരും മറ്റാദർശക്കാരും ഒരിക്കലും ഈ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി വരികയില്ല. അവർ അതിനെ തകർക്കുവാനും നശിപ്പിക്കുവാനുമല്ലാതെ അവർ വരികയില്ല. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി ഇസ്ലാമിനെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകണം എന്നാണ് വളരെ വ്യക്തമായി നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ, ഒരു ബുദ്ധിമുട്ടുമില്ല മതത്തിൽ. എന്താണ് നമ്മുടെ നമസ്കാരം? 5 നേരത്തെ നമസ്കാരം. അത് ഏതൊരവസരത്തിലും ജുഅലൽ അർളു മസ്ജിദൻ വതഹൂറ, ജുഅല ലിയൽ അർളു മസ്ജിദൻ വതഹൂറ, എവിടെ വെച്ചും ഒരു പള്ളിയിൽ തന്നെ, അവിടെ സാധാരണഗതിയിൽ അതിന്റെ പരിസരത്തൊക്കെ ഉള്ളവരാണെങ്കിൽ, ഒഴിവുള്ളവരാണെങ്കിൽ അവർ പള്ളിയിൽ പോയി തന്നെ നമസ്കരിക്കണം. എന്നാൽ ഒരു കൂട്ടം ആളുകൾ അവര് സാധാരണ നിത്യാധ്വാനത്തിന് വേണ്ടി വളരെ ദൂരെ യാത്ര ചെയ്യുന്ന ആളുകളാണ്. അവരുടെ പരിസരങ്ങളിലൊന്നും പള്ളിയില്ല. പള്ളിയിൽ എത്താൻ അവർക്ക് പ്രയാസമാണ്. അപ്പോൾ അവർ ഏതൊരു ഭൂമിയിലാണോ ഉള്ളത് ആ ഭൂമിയിൽ ഉള്ളവർ അതിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ പഠിച്ച ആൾ ഇമാമ് നിന്നുകൊണ്ട് ബാങ്കും ഇക്കാമത്തും കൊടുത്ത് ഇമാമ് നിന്നുകൊണ്ട് ജമാഅത്തായ നമസ്കാരം നിർവഹിക്കണം. അങ്ങനെ പള്ളി എല്ലാ സ്ഥലങ്ങളിലും ഭൂമി ആരാധനാ സ്ഥലമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം കൊടുത്തിരിക്കുന്നു, അവർക്ക് അതിനുള്ള കാര്യങ്ങൾ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ഇബാദത്ത് നിർവഹിക്കാൻ സാധിക്കും. നോമ്പനുഷ്ഠാനം, ആ മാസത്തിൽ 11 മാസവും നമ്മൾ ആഹാരപാനീയങ്ങൾ കഴിക്കുമ്പോൾ ഒരു മാസം അത് നിർബന്ധ നോമ്പാണ്. അത് നോറ്റ് തുടങ്ങിയാൽ തന്നെ അറിയാം അത് എളുപ്പമാണ്, എത്രയും പെട്ടെന്ന് അതങ്ങ് തീരും. ഒരു പ്രയാസവുമില്ല, ഒരു ക്ഷീണവുമില്ല. സാധാരണ നിലയ്ക്ക് തന്നെ അന്ന് അള്ളാഹു ഒരു പ്രത്യേക തൗഫീക്ക് നൽകും. വെള്ളം കുടിക്കുന്നില്ല, ഖരപദാർത്ഥങ്ങൾ കഴിക്കുന്നില്ല, മറ്റ് ശാരീരികമായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നില്ല. അപ്പൊ പടച്ചോൻ തന്നെ കരുത്തു തരും. അങ്ങനെ എല്ലാ കാര്യവും പരിശോധിച്ചാൽ പലപ്പോഴും ഹജ്ജിന് പോകുന്ന ചെറുപ്പക്കാരെ നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങളുടെ ഇരട്ടി വയസ്സുള്ള, ഏകദേശം മധ്യവയസ്ക പ്രായമൊക്കെ കഴിഞ്ഞ് ഒരു 60 കഴിഞ്ഞ ആളുകൾ ആ ഹജ്ജിന്റെ സഅയിലും ഹജ്ജിന്റെ തവാഫിലും ഹജ്ജിന്റെ ഏറിലുമൊക്കെ അവിടെ ആരോഗ്യവും കാര്യങ്ങളൊക്കെ അത് പടച്ചോൻ കൊടുക്കുന്നതാണ്. സാധാരണ നിലയ്ക്ക് നാട്ടിൽ വളരെ വിഷമവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾ ഹജ്ജിനെത്തിയാൽ അള്ളാഹു അവരെ സഹായിക്കുന്നു, അള്ളാഹു അവരോട് കാരുണ്യം കാണിക്കുന്നു, അവർക്ക് അമിതമായ ആരോഗ്യം പടച്ചവൻ കൊടുക്കുന്നു. അങ്ങനെ നമ്മളെക്കാൾ ഉത്സാഹപൂർവ്വം ആ തവാഫും സഅയും ഏറും വിഷമകരമായ ഹജ്ജിന്റെ ഇബാദത്തുകളൊക്കെ അവർ അനുഷ്ഠിക്കുന്നു. അപ്പോൾ സാധാരണ നിലയ്ക്ക് അള്ളാഹു വെച്ചിട്ടുള്ള ഈ മതകാര്യങ്ങളിൽ ഒരു പ്രയാസവുമില്ല, എളുപ്പമാണ്. പക്ഷേ നേരത്തെ നമ്മുടെ അബ്ദുറൌഫ് നബി പറഞ്ഞ മാതിരി നമുക്ക് മതപരമായ വിവരം വേണം, അറിവ് വേണം. അറിവെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ സ്റ്റേഷനറിയിൽ ചെന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ തീപ്പെട്ടി വാങ്ങാം, മിഠായി വാങ്ങാം, മസാലക്കടയിൽ ചെന്നുകൊണ്ട് അരിയും മസാലയും കാര്യങ്ങളൊക്കെ വാങ്ങാം. എന്നാൽ ഈ വിജ്ഞാനം വാങ്ങാൻ ചില പ്രത്യേക കേന്ദ്രങ്ങളുണ്ട്. നമ്മൾ അവിടെ ചെല്ലണം. നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള തുണിക്കടയിൽ ചെന്ന് തുണി മുറിച്ചെടുക്കണം, മസാല ഗ്രോസറി കടയിൽ ചെന്നുകൊണ്ട് നമ്മുടെ അരിയും മസാലകളും ഒക്കെ വാങ്ങണം, സ്റ്റേഷനറി കടയിൽ ചെന്നുകൊണ്ട് പെന്നും കടലാസും ഒക്കെ വാങ്ങണം. ഇതൊക്കെ നമുക്കറിയാം. അതേപ്രകാരം ഇൽമു വാങ്ങുന്ന ചില കേന്ദ്രങ്ങളുണ്ട്. നമ്മുടെ പള്ളികൾ ഇൽമു വാങ്ങുന്ന കേന്ദ്രങ്ങളാണ്, മദ്രസകൾ ഇൽമു വാങ്ങുന്ന കേന്ദ്രങ്ങളാണ്, നമ്മുടെ ഖുർആൻ ക്ലാസുകൾ ഇൽമു വാങ്ങുന്ന കേന്ദ്രങ്ങളാണ്. അത്തരം ഖുർആൻ ക്ലാസുകൾ നമ്മൾ സംഘടിപ്പിക്കണം. സ്ഥലമില്ലേ? നമ്മുടെ വീടുകൾ ചെറ്റക്കുടിലുകളില്ലേ? ആ വീടുകളിൽ 10 ആക്കിയിരിക്കാൻ അവിടെയും ഇവിടെയും ഓരോയൊക്കെ മുട്ടുമെങ്കിലും പരസ്പരം മുഖത്തോട് മുഖം ഇരിക്കാൻ പ്രയാസമുണ്ടെങ്കിലും ഒരു 10 ആൾക്ക് ഇരിക്കാനൊരു സൗകര്യവും അത്യാവശ്യം ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയ ഒരു പണ്ഡിതനുമുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് ഖുർആൻ ക്ലാസ് നടത്താം. അങ്ങനെ ഒരു വലിയ മുന്നേറ്റം. ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ ദീന് പഠിക്കാൻ മുന്നിട്ടിറങ്ങിയാൽ അത് സ്വർഗത്തിലേക്കുള്ളൊരു പാതയിലാണ് അവൻ കടന്നത്. മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഖലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഇൽമു പഠിക്കാൻ ആവശ്യമായ ഒരു വഴിയിലേക്ക് ആ ആഗ്രഹത്തോടുകൂടി കടന്നു ചെന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. അപ്പോ അറിവാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ഏതൊരു മനുഷ്യനെയും ഉന്നതിയിലെത്തിക്കുന്നത് ജ്ഞാനമാണ്, അറിവാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ പ്രപഞ്ചത്തിലെ അനേകായിരം മലക്കുകൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഒരു കൽപ്പനയും അവർ ധിക്കരിക്കുകയില്ല. എന്താണോ പടച്ചോൻ പറഞ്ഞത് അത് ചെയ്യുന്ന പണിയാണ് മലക്കുകൾക്ക്. അങ്ങനെ എല്ലാ അവസരത്തിലും ഇബാദത്തുകളും സമർപ്പണവും ആരാധനയും കീഴ്വഴക്കവും എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിനെ എന്തും ഓർത്തുകൊണ്ട് അവൻ ആരാധന അർപ്പിക്കുന്ന മലക്കുകൾ. ആ മലക്കുകൾ ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടത് ആദമിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത വിജ്ഞാനം കൊണ്ട് മലക്കുകളെക്കാൾ വിജ്ഞാനം പ്രകടിപ്പിക്കുവാൻ
അള്ളാഹു മലക്കുകളുടെ മുമ്പിൽ വെച്ച് ചില ചോദ്യങ്ങൾ ആദമിനോട് ചോദിക്കുകയും ആ ചോദ്യങ്ങൾക്കെല്ലാം ആദമ് അള്ളാഹു പഠിപ്പിച്ച ആ വിജ്ഞാനം കൊണ്ട് മറുപടി പറയുകയും ചെയ്തപ്പോൾ ആ ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്യുവാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെട്ടു. നിങ്ങൾ ആലോചിച്ചു, ജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട്, വലിയ രൂപത്തിലുള്ള വിജ്ഞാനങ്ങൾ കൊണ്ട് ആ വലിയ സമൂഹത്തെ ആരാധന മാത്രം നടത്തുന്ന, ആരാധനയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചിട്ടുള്ള ആ വലിയ മലായിക്ക സമൂഹത്തെ മുഴുവൻ അതിജയിക്കുവാൻ ആദം നബി അലൈഹി സ്വലാമിന് സാധിച്ചു. അത് വിജ്ഞാനത്തിന്റെ അടയാളത്തിലാണ്. അങ്ങനെ ഉള്ള അറിവാണ് നമ്മൾ സമ്പാദിക്കേണ്ടത്. ഒരുപക്ഷെ പണത്തിൽ നമുക്ക് കുറവുണ്ടാകാം, ജീവിത സൗകര്യങ്ങളിൽ കുറവുണ്ടാകാം, അതൊന്നും ഒരു കുറച്ചിലല്ല. പക്ഷെ അറിവില്ലെങ്കിൽ അത് മോശമാണ്. ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ? ഒരിക്കലും സമമല്ല. ഒരു മനുഷ്യൻ ഒരു സദസ്സിൽ ചെന്നാൽ ഒരു വിവരമുള്ളവനെ ആളുകൾ ആദരിക്കും, ആളുകൾ ബഹുമാനിക്കും. എന്തുകൊണ്ട്? അത് ആ മനുഷ്യന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല, ആ മനുഷ്യന്റെ ശാരീരികമായ വലിപ്പം കണ്ടിട്ടല്ല. നേരെ മറുപക്ഷെ കയ്യും കാലും മുറിഞ്ഞവൻ, കൈക്ക് സ്വാധീനമില്ല, കാലിന് സ്വാധീനമില്ല, പക്ഷെ അദ്ദേഹം പ്രഗത്ഭനായ പണ്ഡിതനാണ്. ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ ഉത്തരം പറയാൻ കഴിവുള്ളവനാണ്. ഒരു ഖുർആന്റെ വചനത്തിന്റെ ഉദ്ദേശം എന്താണ്, അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ആളാണ്. ധാരാളക്കണക്കിന് ഖുർആൻ പഠിച്ച ആളാണ്, ധാരാളക്കണക്കിന് ഹദീസ് പഠിച്ച ആളാണ്. പക്ഷെ കാലിന് സ്വാധീനമില്ല, കൈക്ക് സ്വാധീനമില്ല, എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല. എന്നാലും വിജ്ഞാനത്തിന്റെ പേരിൽ, അയാളുടെ മനസ്സിൽ അയാൾ നിക്ഷേപിച്ച വിജ്ഞാന കേദാരത്തിന്റെ പേരിൽ ആ മനുഷ്യനോട് ഒരു സമൂഹം കാണിക്കുന്ന ആദരവ് നിങ്ങൾക്കൊക്കെ കണ്ടാൽ അറിയാവുന്ന വിധം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഒരുപാട് അത്തരം ആളുകൾ കണ്ടിട്ടുണ്ട്. സഹോദരന്മാരെ, ജ്ഞാനത്തിന്റെ ഒരു വിലയുണ്ട്. അത് ഒരു കള്ളന് കട്ടുകൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിലല്ല. സ്വത്തുക്കളൊക്കെ പലർക്കും കവർന്നു കൊണ്ടുപോകാം, പലർക്കും കൊള്ളയടിക്കാം. പക്ഷെ ഒരു മനുഷ്യന്റെ മനസ്സിൽ വേരുറച്ചിട്ടുള്ള വിജ്ഞാനം അതിനെ ഒരാൾക്കും, ഒരു ചോരനും ഒരു കള്ളനും എടുത്തുകൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കണം. കാരണം പഠിച്ച ആളുകളും പഠിക്കാത്ത ആളുകളും ഒരിക്കലും സമമല്ല. പഠിക്കാത്ത ആളുകൾ മോശം തന്നെ, പഠിച്ച ആളുകളാണ് മെച്ചപ്പെട്ടവർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരായ ആളുകൾ ഇതാ QHLS, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ സ്ഥാപിക്കുന്നത്. ചിലപ്പോൾ ആളുകൾ 10 ആളാവും, ചിലപ്പോൾ 15 ആവും, ചിലപ്പോൾ 50 ആവും. ഇന്ന് രാവിലെയും പേട്ടയിൽ ഒരു QHLS ക്ലാസിന്റെ തുടക്കത്തിൽ കുറച്ച് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടി. ഞാൻ കണ്ടപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ചെറുപ്പക്കാരായ ആളുകൾ. പലപ്പോഴും ചെറുപ്പക്കാരെ എല്ലാവർക്കും ആക്ഷേപമാണ്. അവർ പലയിടത്തും കൊള്ളരുതാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്, അവർ പറഞ്ഞാൽ അനുസരിക്കാത്തവരാണ്, അവർ നാട്ടിൽ സമരം ചെയ്യുന്നവരാണ്, അവർ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നവരാണ്. ഇങ്ങനെ ചെറുപ്പക്കാരെ കുറിച്ച് എല്ലാവർക്കും പരാതി. എന്നാൽ നമുക്കതില്ല. ചെറുപ്പക്കാരെ കുറിച്ച് നമുക്ക് സന്തോഷകരമായ വാർത്തകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് കാരണം? ഓരോ ദിവസവും ഈ അറിവിന്റെ, ഇസ്ലാമിന്റെ മാതൃകാപരമായ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരുപക്ഷെ വീട്ടിൽ അങ്ങനെ വാളോങ്ങി നിൽക്കുന്ന വാപ്പയുണ്ടാകും. എന്താണ് വാപ്പ പല ആളുകളും കേട്ടിട്ടുണ്ട്. എന്നിട്ട് ആ വാപ്പനെ പറഞ്ഞ് തെറ്റിപ്പിടിക്കുകയാണ്. നിങ്ങളെ മോണ്ടല്ലോ ഓൻ പഴച്ചു പോയിട്ടോ, നിങ്ങളെ മോണ്ടല്ലോ ഓൻ തെറ്റിപ്പോയിട്ടോ, നിങ്ങളെ മോണ്ടല്ലോ ആരെ കൂടെ നിങ്ങൾ അറിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വാപ്പനെല്ലാം കൂടി പറഞ്ഞ് തരിപ്പ് കയറ്റി വെച്ചിരിക്കുകയാണ്. അവസാനം പുറേ ചെല്ലുമ്പോ വാപ്പ മുണ്ടണില്ല, പുറേ ചെല്ലുമ്പോ ഉമ്മ മുണ്ടണില്ല, പുറേ ചെല്ലുമ്പോ വീട്ടുകാരെ മുണ്ടണില്ല, സംസാരിക്കുന്നില്ല. എന്താണ്? അനാവശ്യമായി വേണ്ടാത്ത നുണകൾ വയലു പറഞ്ഞ് ഇസ്ലാമിക പ്രബോധനത്തിന്റെ പേരിൽ ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങൾ വിളമ്പി ഈ ആളുകളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വീട്ടിലുള്ള ചെറുപ്പക്കാർക്ക് പോലും സ്വൈരക്കേട്. എന്താണ് സ്വൈരക്കേട്? ഓനൊന്ന് താടി നീട്ടിപ്പോയാൽ സംശയമായി, ഓൻ തീവ്രവാദിയായിപ്പോയി. ഓനൊന്ന് തുണി മുക്കിയെടുത്താൽ അപ്പോൾ അവൻ തീവ്രവാദിയായിപ്പോയി. ഓനൊന്നൊരു ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്താൽ ഉടനെ തന്നെ ജിന്നാരാധകരായി മാറി. ഈ രൂപത്തിൽ അധപ്പതിച്ച ഒരു ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഏറ്റവും വലിയ ഒരു വസൂരി അല്ലെങ്കിൽ ഒരു മാറാവ്യാധി ഇന്ന് പിടിപെട്ടിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പടച്ചവന്റെ സഹായത്തോടുകൂടി അവനെ തവക്കുലാക്കിക്കൊണ്ട് ഈ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ചങ്കൂറ്റത്തോടുകൂടി മുന്നേറാൻ സാധിക്കുന്ന ഒരു വലിയ പ്രബോധക സമൂഹം ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവിധത്തിലുള്ള പ്രതിബിംബങ്ങളും നിങ്ങൾ ഉണ്ടാക്കിയാലും അത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ഒരു രൂപത്തിലും അത് ഈ ഭൂമിയിൽ ഒരു തേസീറും ഒരു സ്വാധീനവും ഉണ്ടാക്കാൻ സാധ്യമല്ലാത്ത വിധം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി അത് അവസാനിക്കും എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. വെറുതെ എന്തിനാണ് ഈ ചീത്തപ്പേരുണ്ടാക്കുന്നത്? വലിയ വലിയ മാന്യന്മാരും വലിയ വലിയ പ്രഗത്ഭന്മാരുമായ ആളുകൾ എന്തിനാണ് നിങ്ങളുടെ മാനം കെടുന്നത്? എന്തിനാണ് നിങ്ങൾ മാനം കെട്ടുകൊണ്ട് ഈ രൂപത്തിലുള്ള പ്രതിലോമ പ്രവർത്തനങ്ങൾക്ക് നിൽക്കുന്നത്? ഒന്ന് അന്തസ്സായി ചിന്തിച്ചുകൂടെ? ഒന്ന് അന്തസ്സായി നന്മകൾക്ക് എതിര് നിൽക്കാതിരുന്നുകൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം നമ്മുടെ ചെറുപ്പക്കാർ പഠിക്കട്ടെ. എന്നെ അത് ആകർഷിച്ചു. 10-50ഓളം ചെറുപ്പക്കാർ സന്നദ്ധരായി വന്നിരിക്കുകയാണ്. എന്താണ് ഞായറാഴ്ച ദിവസം എന്തെല്ലാം കാര്യം ഉണ്ടാവും? ഒരു ഒഴിവ് ദിവസം കിട്ടിയാൽ നിങ്ങൾ പറഞ്ഞു തരണോ? എല്ലാ ആളുകൾക്കും അറിയാം. ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു ഒഴിവ് ദിവസമാണ് ഞായറാഴ്ച. അപ്പൊ ഒന്ന് അവിടെ പോകാനും ഇവിടെ പോകാനും, ആ മോട്ടോർ സൈക്കിൾ എടുത്ത് അങ്ങോട്ട് ഓടാനും ഈ മോട്ടോർ സൈക്കിൾ എടുത്ത് ഇങ്ങോട്ട് പോകാനും എന്തെല്ലാം വല്ല തിരക്കാണ് ചെറുപ്പക്കാർ. ആ ചെറുപ്പക്കാർ അതൊക്കെ നിർത്തി, അതൊക്കെ അവസാനിപ്പിച്ച് ഒരു നോട്ട് ബുക്കും ഒരു പെന്നും ഒരു ഖുർആനുമായി
ആ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി ആ കേന്ദ്രത്തിലേക്ക് വരുന്നത് സന്തോഷകരമായ ഒരു കാഴ്ചയല്ലേ? ഇങ്ങനെ നൂറുകണക്കിന് കേന്ദ്രങ്ങൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ആരംഭിച്ച് യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും മധ്യവയസ്കരെയും വയോവൃദ്ധന്മാരെയും ആബാലവൃദ്ധം ജനങ്ങളെയും ഇസ്ലാമിന്റെ ബാലം പാഠം പഠിപ്പിക്കുന്ന ഒരു വലിയ ധവള വിപ്ലവത്തിന് ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിന്റെ മുമ്പിലൊന്നും നിങ്ങൾ ഒരു വലിയ ഓല കെട്ടിമേഞ്ഞ ഒരു പെരയുടെ ഉള്ളിൽ ഇരുന്ന് ഒരു കുട്ടി ഓലക്കീറിലൂടെ ഉള്ളിലേക്ക് വരുന്ന ഒരു സൂര്യകിരണത്തെ കയ്യിൽ ഉള്ളിൽ ഒതുക്കാൻ പെടാപ്പാട് നിങ്ങൾ കണ്ടിട്ടില്ലേ? എത്ര കുട്ടി ശ്രമിച്ചാലും സൂര്യന്റെ വെയിൽ, അതിന്റെ ഓട്ടവെയിലൂടെ ഇറങ്ങി വരുന്ന ഓട്ടവെയിൽ കയ്യിന്റെ പുള്ളനടിയിൽ പുറത്തുണ്ടാവുക. നിങ്ങളിത് എത്ര പിടിച്ച് ഒതുക്കാൻ വിചാരിച്ചാലും നിങ്ങളുടെ കയ്യിന്റെ ഉള്ളിൽ ഓലക്കീറുകളിലൂടെ ഒലിച്ചിറങ്ങുന്ന ഈ പ്രകാശത്തെ നിങ്ങൾ കയ്യിന്റെ ഉള്ളിൽ പിടിച്ചമർത്താൻ ശ്രമിച്ചാലും അത് നിങ്ങളുടെ കയ്യിന്റെ പുറത്തടിയിൽ തിളങ്ങിക്കൊണ്ട് ഒരു ചോദ്യചിഹ്നമായി നിങ്ങളുടെ മുമ്പിൽ ഈ സന്മാർഗത്തിന്റെ, ഈ സത്യത്തിന്റെ, ഈ യാഥാർത്ഥ്യത്തിന്റെ, ഈ പ്രമാണത്തിന്റെ ഒരു ചോദ്യചിഹ്നമായി നിങ്ങളുടെ മുമ്പിൽ കത്തി നിൽക്കും എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ ഈ കപ്പക്കൽ പ്രദേശത്തെ സംബന്ധിച്ച ആ ഹൃദ്യമായ ആ മനസ്സിന്റെ സന്തോഷം കൊണ്ടാണ് ഞാൻ ഈ രൂപത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു നല്ല സലഫി പള്ളിയുണ്ട്. ആ പള്ളിയിൽ സാധാരണ ജമാഅത്തും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിന്റെ പരിസരങ്ങളിലൊക്കെ ഒരുപാട് ക്ലാസുകളും കാര്യങ്ങളും ഒക്കെ ഇനി ഉണ്ടാകാൻ പോകുന്നു. ഇപ്പോൾ സംഘടിപ്പിച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം ചില ക്ലാസുകൾ. അതിലൊക്കെ സജീവമായി നമ്മൾ പങ്കെടുക്കണം. നമുക്ക് എപ്പോഴെങ്കിലും വിഷമം കിട്ടുന്ന ഒരു സമയം നമ്മൾ ഖുർആനുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുക. സഹോദരന്മാരെ, നല്ല വൃത്തിയോടുകൂടി ഖുർആൻ എടുത്ത് പാരായണം ചെയ്താൽ അത് നമുക്ക് കൂലി കിട്ടുന്ന കാര്യമാണ്. ഒരു ഖുർആനിന്റെ ഒരു ആയത്ത് പഠിച്ചാൽ അത് നമുക്ക് പരലോകത്ത് സാക്ഷി നിൽക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ഹദീസ് നമ്മൾ മനസ്സിലാക്കിയാൽ ആ ഹദീസിൽ പറഞ്ഞ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൽ അത് വലിയ കാര്യമാണ്. നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾ അത് കാണും. നമ്മൾ വലത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴും വലത്തെ കൈകൊണ്ട് വെള്ളം കുടിക്കുമ്പോഴും നമ്മുടെ കുട്ടികളെ നോക്കിക്കാണാണ്. സാധാരണ കുട്ടികൾക്ക് ആകർഷണീയമായ കാര്യം അവരും അത് വലത്തെ കൈകൊണ്ട് കുടിക്കുന്നു, അവർ വലത്തെ കൈകൊണ്ട് തിന്നുന്നു, വലത്തെ കൈ കാലെടുത്ത് വെച്ചുകൊണ്ട് അവർ കക്കൂസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, ഇടത്തെ കാലെടുത്ത് വെച്ചുകൊണ്ട് കക്കൂസിൽ കയറുന്നു. ഈ രൂപത്തിൽ എല്ലാ അർത്ഥത്തിലും അവര് നല്ല ഒരു സന്തോഷകരമായ രൂപത്തിലുള്ള തർബിയത്തും ആ കാര്യങ്ങളും അവർ കിട്ടുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഐശ്വര്യമുണ്ടാകും. മറ്റതൊക്കെ പടച്ചവന്റെ അടുക്കലുള്ളതാണ്. ഈ ലോകത്തിന്റെ മുഴുവൻ അനുഗ്രഹങ്ങളെയും പടച്ചവനെ സംബന്ധിച്ചിടത്തോളം ഒരു കൊതുകിന്റെ ചിറകിന് പോലും സമമല്ല എന്നാണ് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ജനാഹ ബഊള, ഒരു കൊതുകിന്റെ ചിറക്. ഈ ലോകം മുഴുവനും ഈ പണവും ഈ പ്രതാപവും ഈ ഐശ്വര്യവും ഈ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൂട്ടിയാലും ഒരു കൊതുകിന്റെ ചിറകിനോട് സുമമല്ല. സഹോദരന്മാരെ, അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ്, ഈ ഇസ്ലാമിലേക്കുള്ള നിങ്ങളുടെ അഭിനിവേശം, ഇസ്ലാം പഠിക്കുവാനുള്ള ആഗ്രഹം, അറിവ് സമ്പാദിക്കാനുള്ള ആഗ്രഹം, പടച്ചവനെ മാത്രം ആരാധിക്കുകയും അവനെ മാത്രം തവക്കുൽ ചെയ്യുകയും അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന മുഴുവൻ ദൈവേതര ശക്തികളെയും ഉപേക്ഷിച്ചുകൊണ്ടും അതിനെ തിരസ്കരിച്ചുകൊണ്ടും അതിൽ നിന്ന് ജനങ്ങളെ തൗഹീദിലേക്ക് മോചിപ്പിച്ചുകൊണ്ടുമുള്ള ഒരു ജാഗരൂകമായ പ്രവർത്തനം, അവിശ്രാന്ത പരിശ്രമം, അത് ഇവിടെ വിജയിക്കട്ടെ, എല്ലാ നാട്ടിലും വിജയിക്കട്ടെ എന്ന് മാത്രം പടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമ്മേളനവും ഈ സമ്മേളനാനന്ദ പ്രവർത്തനങ്ങളും നമുക്ക് ഒരു മുതൽക്കൂട്ടായ നാളെ ഭാവിയിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി തീർക്കട്ടെ എന്നും പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ടും അതിനായി റബ്ബിനോട് തേടിക്കൊണ്ടും ഞാൻ എന്റെ വാക്കുകളും സംഭരിക്കുകയാണ്. ഈ സമ്മേളനം, ഈ ദഅ്വാ സമ്മേളനം അള്ളാഹുവിന്റെ നാമത്തിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും. സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ സാധാരണക്കാരായ ആളുകളെ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും നൂറുകണക്കിന് ഖുർആൻ ഹദീസ് പഠന കേന്ദ്രങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ സംസ്ഥാന തല സംഗമം ഈ അടുത്ത ദിവസം വയനാട് മീനങ്ങാടിയിൽ വെച്ച് നടക്കുകയുണ്ടായി. ഈ QHLSന്റെ സംസ്ഥാന സംഗമത്തിന്റെ CD പ്രകാശനം ഇവിടെ വെച്ച് നിർവഹിക്കപ്പെടുകയാണ്. പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് PN അബ്ദുൽ ലത്തീഫ് മദനിയാണ്. അതിന്റെ കോപ്പി സ്വീകരിക്കുന്നത് ബഹുമാന്യനായ കോയമ്പത്തൂർ അമീൻ സാഹിബ് അവറുകളാണ്. ഇരുവരെയും അതിനുവേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും.
ഇനി മഗ്രിബ് നമസ്കാരത്തിന് സമയമാവുകയാണ്. നമസ്കാരത്തിന് വേണ്ടി തൽക്കാലം നിർത്തിവെക്കുന്നു. ഒളുവെടുക്കാനുള്ള സൗകര്യം ഈ വേദിയുടെ പിൻഭാഗത്തുണ്ട്. ഇവിടെ വെച്ച് തന്നെ ഇൻഷാ അല്ലാഹ് മഗ്രിബ് നമസ്കാരം ജമാഅത്തായി നിർവഹിക്കും. ഒളുവില്ലാത്ത ആളുകൾ ഒളുവെടുത്ത് നമസ്കാരത്തിനായി തയ്യാറാകണമെന്ന് ഉണർത്തുകയാണ്. സുഹൃത്തുക്കളെ, മഗ്രിബ് നമസ്കാരത്തിന് പുരുഷന്മാർ നമ്മുടെ ഉളു എടുക്കാനുള്ള പന്തലിലെ സൗകര്യം ഉപയോഗിക്കണമെന്ന് അറിയിക്കുന്നു. മതം സുരക്ഷയാണ്. ദഅ്വാ സമ്മേളനം ഇൻഷാ അല്ലാഹ് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം തുടരുന്നു. പരിപാടിയിൽ ഹുസൈൻ സലഫി മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നു. MSM കല്ലായി മേഖല സംഘടിപ്പിക്കുന്ന CRE ക്ലാസ് കപ്പക്കൽ സലഫി മസ്ജിദിൽ വെച്ച് 15/9/2013 ആരംഭിക്കുന്നു. കപ്പക്കല്ലിൽ വെച്ച് നടക്കുന്ന CRE ക്ലാസിന് മൗലവി ജാബിർ പന്നിക്കോട് നേതൃത്വം നൽകുന്നു. ഹൈസ്കൂൾ, +2, ഡിഗ്രി തലത്തിലുള്ള വിദ്യാർത്ഥിനികളെ MSM CREയിലേക്ക് ക്ഷണിക്കുന്നു. MSM കല്ലായി മേഖല സംഘടിപ്പിക്കുന്ന CRE ക്ലാസിന്റെ രജിസ്ട്രേഷന് 98 95 42 90 49 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. കൂടാതെ നമ്മുടെ കൗണ്ടറിൽ, സമ്മേളന നഗരിയിലെ കൗണ്ടറിൽ CRE രജിസ്ട്രേഷനുള്ള സൗകര്യവും ലഭ്യമാണ്. ദഅ്വാ സമ്മേളനം ഈ വരുന്ന 13-ാം തീയതി വെള്ളിയാഴ്ച കിണാശ്ശേരി അങ്ങാടിയിൽ വെച്ച് നടക്കുന്നു. കിണാശ്ശേരി അങ്ങാടിയിൽ വെച്ച് നടക്കുന്ന ദഅ്വാ സമ്മേളനത്തിൽ മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിക്കുന്നു. പുളിക്കലിൽ വെച്ച് മുഖാമുഖം നടക്കുന്നു. മുഖാമുഖത്തിൽ PN അബ്ദുൽ ലത്തീഫ് മൗലവി, ഫൈസൽ മൗലവി, താജുദ്ദീൻ സൊലാഹി തുടങ്ങിയ പ്രഭാഷകന്മാർ പങ്കെടുക്കുന്നു. മജാലിസുൽ ഇൽം കല്ലായി മേഖലയിൽ ഉടനെ ആരംഭിക്കുന്ന മജാലിസുൽ ഇൽം എന്ന ഖുർആൻ പഠന പരിപാടിയിൽ മൗലവി ഹാരിസ് കായക്കൊടി ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നു. രജിസ്ട്രേഷന് സമ്മേളന നഗരിയിലെ കൗണ്ടറുമായി ബന്ധപ്പെടാവുന്നതാണ്.